സബാഷ് സബാഷ്. മരവാഴത്തോട്ടമേ കണ്ണപ്പിയെ കണ്ടുവോ, വെള്ളം കയറിയപ്പോൾ വാഴകൾ മൊത്തവും ചിഞ്ഞു പോയല്ലോ. അപ്പോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും, ചേട്ടന്മാർക്കും, ചേച്ചിമാർക്കും, ആങ്ങളമാർക്കും, പെങ്ങന്മാർക്കും ഒക്കെ ഒരു വളരെ വിനീതമായിട്ടുള്ള ഒരു സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് കണ്ണാപ്പിയും മരവാഴകളും. ഓക്കെ, അതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പം ആദ്യമേ തന്നെ പറയുകയാണ്, കുറെ പേർക്ക് ഈ ഒരു സാധനം കേൾക്കുന്നതേ ഇഷ്ടമല്ല. ദൈവത്തെ ഓർത്ത് വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലടാ, നിർത്തറ, ഞങ്ങൾക്ക് വൈകടാ ഇവന്റെ കേൾക്കാൻ, അങ്ങനൊന്നും പറയല്ലേ. ഒന്ന് കാണുന്നത് മൊത്തത്തിൽ. കാരണം ഇതിനകത്ത് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിക്കുന്നതാ രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു കണ്ണാപ്പിയുടെ ഒരു കാര്യം വിട്ടിട്ട് വേറെ എന്തെങ്കിലും. പക്ഷെ ഡെയിലി രാവിലെ എണീക്കുമ്പോൾ ഇന്നലെയും പറഞ്ഞതാ, ഇവന്റെ എന്തെങ്കിലും ഒരു പരിപാടി കണ്ണിന് മുന്നിൽ ദൈവം കാണിച്ചു തരും. അപ്പൊ പിന്നെ എങ്ങനെ പറയാതിരിക്കും? നിങ്ങൾ പറ. കാരണം ഇത്രയും കാലം ആൾക്കാരെ എടുത്തിട്ട് ഉടുക്കുന്ന ഒരുത്തൻ കേരളത്തിൽ മെയിൻ സ്ട്രീമിൽ നിന്ന് കാണിക്കുന്ന ഒരുത്തൻ ഇവനായിരുന്നു. ഈ ഇവന്റെ കയ്യിൽ നിന്ന് അപ്പോ ഒരു തെറ്റ് വരുമ്പോ, അതും തെറ്റുകൾക്ക് മേളിൽ തെറ്റുകൾ ഇവൻ കാണിച്ചോണ്ടിരിക്കുമ്പോ പറയണ്ടേ? നിങ്ങൾ പറയണ്ടേ? അപ്പോ ഒരുപാട് ഇന്ന് മറ്റേ തോൽപ്പിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഉള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് മുമ്പത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുന്നില്ല. ഇന്നലെ ഒരു സംഗതി നടന്നു. ഇന്നലെ നമ്മുടെ സായിയും സായിയുടെ പെങ്ങളൂട്ടിയും സായിയുടെ മറ്റേ കൂട്ടുകാരനും എല്ലാം കൂടെ ഫ്ലൈറ്റ് കയറി നമ്മുടെ വീണ്ടും ബിഗ് ബോസിലേക്ക് റീ എൻട്രിക്കായിട്ട് പോയി. അപ്പം ചെന്നൈയിൽ ചെന്ന് ഇറങ്ങിയപ്പോ, ചെന്നൈ വെച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം സിബിനെ കണ്ടിട്ട് സിബിനുമായിട്ടുള്ള ഒരു ഫോട്ടോ നമ്മുടെ സായിക്കുട്ടൻ, കണ്ണാപ്പിക്കുട്ടൻ, ഇന്നലെ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന, ഇപ്പൊ അവൻ സീക്രട്ട് ഏജന്റ് ആണല്ലോ, അപ്പൊ ആ ഒരു ഇവന്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ ഇവനൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മുടെ സിബിൻ ചെന്നൈയിൽ പോയിട്ടുണ്ട്. സിബിൻ മറ്റേ ആ ബിഗ് ബോസിനെതിരെയുള്ള കേസ് കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അവിടെ വെച്ച് കണ്ടിട്ടെടുത്തിട്ട ഫോട്ടോയാണ്. അപ്പൊ എന്തായാലും ഞാൻ ആ ഫോട്ടോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആദ്യമേ പുറത്തിറങ്ങി കിട്ടിയത് അഖിൽമാരായിരുന്നു. ചൊറിഞ്ഞു, നല്ല രീതിയിൽ മേടിച്ചു. അതിനുശേഷം ഓടിക്കേറിയത് നമ്മുടെ റോബിന്റെ കക്ഷത്തിലേക്ക്. അവിടുന്ന് കറങ്ങി തിരിഞ്ഞ് നേരെ നമ്മുടെ സിബിനാണല്ലോ ഇപ്പം പുറത്ത് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ സിബിന്റെ അടുക്കിലോട്ട് ഓടിക്കേറിയിട്ടുണ്ട്. എന്നിട്ട് ഇട്ട ഫോട്ടോയാണ്. പോയി കമ്പനി അടിച്ച് ഫോട്ടോ എടുത്ത് ഫോട്ടോ ഇട്ടേക്കുന്നത് ഇതാണ്, കണ്ടല്ലോ. അപ്പൊ അതിന്റെ അടിയിൽ ഇട്ടേക്കുന്നത് അളിയ എന്നാണ് സായി ഇട്ടിരിക്കുന്നത്. സീക്രട്ട് ഏജന്റ് സായി ഇട്ടിരിക്കുന്നത്, സീക്രട്ട് ഏജന്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ സിബിൻ അപ്പുറം നിന്ന് വിളിക്കുന്നുണ്ടായിരിക്കും മനസ്സിൽ, എടാ വളിയ എന്ന്. എന്തായാലും അതില്ല, അളിയാന്ന് വിളിച്ചേക്കുന്നത് മാത്രമേ ഇവിടെ കിടപ്പുള്ളൂ. സീക്രട്ട് ഏജന്റ് അവന്റെ അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്ന ഫോട്ടോയാണത്. നല്ല കാര്യം, പോയിടട്ടെ. അവൻ ഇതിനായിട്ട് ആങ്ങളെ പെങ്ങളൂട്ടിയായിട്ടൊന്നുമല്ല, ഭയങ്കര കണക്ഷൻ ഉള്ളവരാ. മറ്റേ ആങ്ങളെയും പെങ്ങളും മറ്റേ എന്തൊക്കെയായിരുന്നു. അപ്പം അവര് തമ്മിലുള്ള അവരൊന്നിച്ചുള്ള ഫോട്ടോ ഒന്നും ഇല്ല കേട്ടോ. ഈ അണ്ണന്റെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഫോട്ടോയുടെ അടിയിൽ ഇന്നലെ കുറച്ച് കമന്റുകൾ വന്നു. അപ്പോ സായി, ഒരു പയ്യൻ പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അതിന് സായി കൊടുത്തിരിക്കുന്ന റിപ്ലൈ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഈ ഒരു കാര്യം നിങ്ങളെ കാണിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ മെയിൻലി ചെയ്യുന്നത്. അപ്പം ഒരു പയ്യൻ ഇട്ടിരിക്കുന്നതാണ്. അപ്പം ആദ്യമേ കിടക്കുന്ന ഒരു വേണ്ട, ഈ പയ്യൻ ഇട്ടിരിക്കുന്നതാണ്, ഇവനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവന്റെ തന്നെ കണ്ടു. അതിന്റെ മേളോട്ടൊന്നും നോക്കണ്ട കേട്ടോ, അത് നമുക്ക് മെല്ലെ ഞാൻ പറയാം. അപ്പൊ ഒരു പയ്യൻ സിജോ പാർക്കൽ എന്ന് പറയുന്ന പയ്യൻ ഇട്ടിരിക്കുന്നതാണ്. സിബിനെ ടാഗ് ചെയ്തിട്ട് കൂടെ ആരാ, മരവാഴയാണോ എന്ന് ചോദിച്ചു. അതിനുടനെ സീക്രട്ട് ഏജന്റ് വന്നിട്ട് ആ പയ്യന് കൊടുത്തിരിക്കുന്ന മറുപടിയാണ്, അല്ല നിന്റെ അച്ഛനാണോ എന്ന് നോക്കാൻ. സീക്രട്ട് ഏജന്റ് കൊടുത്തിരിക്കുന്ന റിപ്ലൈ ആണ്, അല്ല നിന്റെ അച്ഛനാണോ എന്ന് നോക്കാൻ. അത് മരവാഴയാണോ ചോദിച്ചതിന് അതിന്റെ മേളിലൊരു നിങ്ങൾ കണ്ടായിരുന്നോ, അതായത് സിബിൻ ഉയർ അരിയണ്ണൻ മൈ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും സായി അണ്ണന് പോയി, സീക്രട്ട് ഏജന്റിന് പോയി റിപ്ലൈ കൊടുക്കാനില്ല. ഈ ഒരു സാധനത്തിന്, മരവാഴ എന്ന് പറയുന്ന ഒരു സാധനം അവന് കൊണ്ടു. അപ്പൊ അവൻ പോയി ട്രിഗർ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഇത്. ആ പയ്യൻ അവന്റെ അച്ഛനെ വിളിച്ചിട്ടില്ല. ഇത്രയും ഇത് ഞാൻ പറയാൻ കാരണം, അങ്ങോട്ട് ഈ ഹൗസിൽ ചെന്നപ്പം ഭയങ്കര മെന്റലി സീനായി, കയ്യിൽ നിന്ന് പോയി, ഞാൻ പുറത്ത് പറഞ്ഞൊന്നും അല്ല അകത്ത് ചെയ്തത്, അതൊക്കെ എല്ലാവരും സംഭവിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഒന്നും പറയുന്നില്ല. ഓക്കെ, എന്നാൽ തിരിച്ചു വന്ന് നിന്റെ കാറിൽ കയറി AC കൂട്ടിയിട്ട് കുണ്ടിക്കകത്തോട്ട് AC അടിച്ചപ്പോ നീ മറ്റേ വലിയ ഡയലോഗും കൊണ്ട് ഇറങ്ങിയല്ലോ സീക്രട്ട് ഏജന്റ്. നീ ഇറങ്ങിയായിരുന്നല്ലോ. അതായത് ഞാൻ കണ്ടതാണ്, നിന്റെ ഒരു വീഡിയോ ഞാൻ ഓടിച്ചിട്ടപ്പോ ഞാൻ കേട്ടതാണ് നീ അതിനകത്തൊരു കാര്യം പറയുന്നത്. ഇനിയും വീണ്ടും എനിക്ക് എന്റെ അരി എന്ന് പറയുന്നത് ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ചാനലാണ്. ഞാൻ ഇവിടെ വരും, ഞാൻ ഇനിയും സീക്രട്ട് ഏജന്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും, ഞാൻ കാര്യങ്ങളെ പറ്റി സംസാരിക്കും. പക്ഷേ ഞാൻ വ്യക്തമായി കേട്ടൊരു കാര്യമുണ്ട്, അതിന്റെ കൂട്ടത്തിൽ നീ ചേർത്തൊരു കാര്യമാണ്. അതായത് ഇനി ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് ഒരാളുടെ ഒരു കാര്യം എടുത്ത് സംസാരിക്കുമ്പോൾ
ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ആളുടെയും മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് മാത്രമേ അയാളുടെ ഭാഗം കൂടെ ചിന്തിച്ചിട്ട് മാത്രമേ ഞാൻ ഇനി വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞവനാണ് കണ്ണാപ്പി എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റ്. ആണോ? അങ്ങനെ പറഞ്ഞ ഒരുത്തനാണ് നീയെങ്കിൽ നിനക്ക് കാണിക്കാൻ പറ്റിയ പരിപാടിയാണോ ഇത്? നീ എന്തുകൊണ്ട് ആ കമന്റ് ഇട്ട പയ്യന്റെ സൈഡിൽ നിന്ന് നീ നോക്കിയില്ല? എന്തുകൊണ്ട് നീ നോക്കിയില്ല? നിനക്ക് ട്രിഗറായി. നിന്നെ മരവാഴ എന്ന് വിളിക്കുന്നതിന് തക്കതായ റീസൺ കേരളത്തിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഉള്ളത് കൊണ്ടാണ് കണ്ണാപ്പി മോനെ നിന്നെ വിളിക്കുന്നത് മരവാഴേ എന്ന്. മനസ്സിലായോ? നിനക്കത് ട്രിഗർ ആയിട്ടുണ്ടെങ്കിൽ നിനക്ക് അവന്റെ അച്ഛനെ വിളിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ നീ കേരളത്തിലുള്ള 98, കേരളം എന്നല്ല, ബിഗ് ബോസ് കാണുന്ന 98% ആളുകളുടെ വീട്ടിൽ പോയി നീ അവരെ വിളിക്കണം. അവരുടെ തന്തയ്ക്ക് പറ്റുമോ നിനക്ക്? കാരണം നീ നിന്റെ കമന്റ് ബോക്സ് നോക്കണ്ട, നീ നോക്കത്തില്ലായിരിക്കും. കാരണം നീ നോക്കാൻ പോയി കഴിഞ്ഞാൽ നീ ബോധം കെടും. നീ ബാക്കി നിന്നെ പറ്റി വീഡിയോ ചെയ്യുന്ന ആരുടെ വേണമെങ്കിലും ഒരു കമന്റ് ബോക്സ് എടുത്ത് നീ നോക്ക്. എന്തോരം മരവാഴ വിളികളാണെന്ന്. ഈ ബിഗ് ബോസ് കാണുന്ന ആളുകൾ, അതിനകത്തൊരു ആളുകൾ എല്ലാവരും കൂട്ടി നോക്കിയിട്ട് നിന്നെ വിളിച്ച ഈ മരവാഴ എന്ന് വിളിച്ച ആളുകളുടെ ഒരു എണ്ണം നോക്കുകയാണെങ്കിൽ എങ്ങനെ പോലും 1,00,000 മേളിൽ കാണും. നീ ഇത്രയും പേരുടെ തന്തയ്ക്ക് വിളിക്കുവോ? എല്ലാം പോട്ടെ, നമ്മളൊക്കെ ഇപ്പോഴാണ് തുടങ്ങിയത്. നീ ഭയങ്കര ബുദ്ധിമാൻ, നീ എല്ലാ കാര്യത്തെ പറ്റിയും വലിയ അറിവുള്ളവൻ. നീയാണ് ഈ പരിപാടി കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന് ഈ പയ്യൻ കൊടുത്തിരിക്കുന്ന റിപ്ലൈ അതും കൂടെ നിങ്ങളൊന്ന് കാണണം. അവിടെയാണ് സായി എന്ന് പറയുന്ന വ്യക്തി ഇല്ലാണ്ടായിരിക്കുന്നത്. സത്യം പറയാലോ, ഇവൻ എന്തിനാണ് ഇനി എന്ന് ഞാൻ ആലോചിച്ചു പോയി. കാരണം ഞാൻ വിചാരിച്ചു സായി ഇങ്ങനെ തന്തയ്ക്ക് വിളിച്ചു കഴിയുമ്പോൾ ആ പയ്യൻ വന്നിട്ട് അടുത്ത തന്തയ്ക്ക് വിളി മുട്ടായി ബഹളമായിരിക്കും എന്ന്. അങ്ങനല്ല, ആ പയ്യന് ഇവനെക്കാട്ടിലും വിവേകമായിട്ട് ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവൻ ഇട്ടിരിക്കുന്ന റിപ്ലൈ നിങ്ങൾക്ക് കാണണ്ടേ? നോക്കിക്കേ. നിന്റെ തന്തയുടെ വില നിനക്ക് നാട്ടുകാരുടെ മുൻപിൽ പോയി കരഞ്ഞു മെഴുകിയല്ലേ നേടാൻ പറ്റിയത്. നിന്നെ തന്തയ്ക്ക് വിളിക്കാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല, നിന്റെ അത്രയും താഴ്ന്നിട്ടില്ല. പുഷ്പ താഴത്തില്ലടാ. ആ ഒരു സെറ്റപ്പിലായിരുന്നു ആ പയ്യൻ ആ ഒരു സാധനം പറഞ്ഞത്. മനസ്സിലായ? ഇത്ര ഉള്ളു സായി, നീ തീർന്നു അവിടെ. നീ ഇത്രയും കൊല്ലം കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടാക്കിയ നിന്റെ ഒരു വിലയുണ്ട്, അത് തീർന്നടാ സായി. ഇല്ലെങ്കിൽ ആ പയ്യന്റെ ആ ഒരു ഒറ്റ പയ്യന്റെ ഡയലോഗിലാണ്. നമ്മളൊന്നും പറയുന്നതൊക്കെ വെറുതെ വിടുക. നമ്മളൊക്കെ ചില ആൾക്കാർ പറയും നമുക്ക് അവനോട് എന്താണ് അസൂയയാണ്, ചിലർ പറയുന്നത് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടോ. നമുക്കെല്ലാം അതുണ്ട്. പക്ഷെ ആ പയ്യന്റെ നിങ്ങൾ അങ്ങനെ വെച്ചോ, അങ്ങനെ വിചാരിക്കുന്നവർ അങ്ങനെ വെച്ചോ എന്ന് ഞാൻ പറഞ്ഞോളൂ കേട്ടോ. എനിക്ക് അവനോട് എന്ത് തേങ്ങ. അവൻ വേറെ, ഞാൻ വേറെ. ഞാൻ പണിയെടുത്താൽ എനിക്ക് തിന്നാം, അവൻ പണിയെടുത്താൽ അവന് തിന്നാം, അത്രേ ഉള്ളൂ നമുക്ക്. പക്ഷെ ഈ പയ്യൻ പറഞ്ഞത് നിങ്ങൾ നോക്ക്. ഇവൻ എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടായിട്ടാണോ? ഉള്ള കാര്യമാണോ ആ പയ്യൻ പറഞ്ഞു പോയത്? അല്ലേ? ആ ഒരൊറ്റ സെന്റൻസിൽ അവൻ കൊടുത്തുപോയി. സായിക്ക് എന്താ ഒന്നും പിന്നെ അതിന്റെ റിപ്ലൈ ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ. സായിക്ക് മറ്റേ ട്രിഗർ ആയെങ്കിൽ സായി നിന്നെ എന്തോരം അതിനകത്ത് തന്നെ ഞാൻ ആ കാണിച്ചതിന്റെ തൊട്ടുമേലെ നിന്നെ വിളിച്ചേക്കുന്നുണ്ടോ? മൈ വെച്ചിട്ടാ വിളിച്ചേക്കുന്നത്. മൈ വെച്ചിട്ട് എന്ത് മനസ്സിലായല്ലോ. വെച്ചിട്ട് എന്താ നിനക്കൊന്നും പറയാനില്ലേ? എന്തോരം തെറികൾ നിന്നെ വിളിക്കുന്നു, നിനക്ക് അതിനൊന്നും റിപ്ലൈ കൊടുക്കാനില്ലേ? ഉള്ള കാര്യം, നീ ഒരു മഴവാഴയാണെന്ന് നിനക്ക് പൊളിഞ്ഞു തുടങ്ങി. സത്യം, നിന്റെ ഭാര്യ തന്നെ അത് പറഞ്ഞു തുടങ്ങിയത്. നിന്റെ ഭാര്യ പറഞ്ഞത് അല്ലാതെ പിന്നെ നിന്റെ ഭാര്യ മാത്രമല്ല നാട്ടുകാരും പറഞ്ഞു. അങ്ങനെയാണ് നിന്റെ ഭാര്യയോട് നീ ചൂടാവണം. മനസ്സിലായില്ലേ? വിളിക്കണം. നിനക്ക് പറ്റുമോ? എല്ലാവരും നിന്നെ വിളിച്ചിട്ടുണ്ട് സായി, എല്ലാവരും. നീ നിന്റെ കാറിൽ തന്നെ ഇരുന്നിട്ട് ആ മരവാഴ എന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതൊക്കെ നിനക്ക് കൊള്ളുന്നുണ്ട്. നിന്റെ അകത്ത് വേറെ സാധനം, പുറത്ത് മറ്റേ വേറെ ഐറ്റോ അല്ലേ? നീ പുറത്ത് ആൾക്കാരുടെ മുന്നിൽ ചിരിച്ചോണ്ട് നീ കാണിക്കും, അകത്ത് മറ്റേ പൊട്ടുന്നുണ്ടോ? തെണ്ടികൾ എന്നെ വിളിക്കുന്നത് കണ്ടോ? ഇല്ലേ സായി? അതാണ് മനുഷ്യൻ, മനസ്സിലാക്കുക. ഓക്കെ, നീ പിന്നെ ഈ നാട്ടുകാരെ ഇനി ദൈവത്തെ ഓർത്ത് പറ്റിക്കാൻ ഇറങ്ങരുത്. നീ മറ്റേ സെൽഫ് ക്ലെൻസിങ് ആയി മറ്റേ ശുദ്ധീകരണം നടത്തി നീ പുറത്തേക്ക് ഇറങ്ങി പുതിയ മനുഷ്യരായിട്ട് കയ്യിൽ പോയി നീ പൊട്ടനാന്ന് നാട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇനി നീ ചുമ്മാ നിന്നോണ്ട് മറ്റേ കളിക്കല്ലേ നിന്നോണ്ട്. നീ കൂടുതൽ നാറത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇനി ഞാൻ മറ്റേ ഉണ്ടാക്കി ചിലപ്പോൾ ഈ കമന്റ് ഇട്ടെന്നൊക്കെ ചിലപ്പോൾ പറയാൻ ചില ആളുകൾ കാണും. പോയി സായി കളഞ്ഞില്ലെങ്കിൽ സായി ആയതുകൊണ്ട് സായി പിന്നെ ഇപ്പം ചെന്നൈയിലേക്ക് പോയിരിക്കുകയാണ് കയറാൻ. അതുകൊണ്ട് ചിലപ്പം സായി കളയാൻ ചാൻസ് ഇല്ല. ഇനി അവന്റെ ഭാര്യ ഇതെടുത്ത് കളയുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യും. അപ്പൊ കുറെ ആൾക്കാർ വന്നിട്ട് ഞാൻ മറ്റേ കള്ളം പറഞ്ഞു പോയി ഇപ്പൊ വേണമെങ്കിൽ പോയി നോക്കിയോ, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി, എന്റെ സ്ക്രീൻഷോട്ട് ഇരിപ്പുണ്ട്, ഞാൻ അയച്ചു തരാം. കേട്ടോ? അപ്പൊ ഇതൊന്ന് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി, അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം കുറെ ആളുകൾ ഞാൻ അവന്റെ വേറെ വലിയ വീഡിയോയോ കാര്യങ്ങളോ ക്ലിപ്പോ ഒന്നും മാക്സിമം ഇനി വെക്കാതെ ഇനി വീഡിയോ ചെയ്യാൻ നോക്കുള്ളൂ. കാരണം എനിക്കറിയാം കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, കുറെ പേര് ഞാൻ കാണുന്നുണ്ട്. അവന്റെ തല കാണുന്ന ഇഷ്ടമല്ല, അവന്റെ വോയിസ് കേൾക്കുന്ന ഇഷ്ടമല്ല. എനിക്കും അത്ര മറ്റേ സ്നേഹം മൂത്തിട്ടൊന്നും അല്ലടേ. പക്ഷെ ഇങ്ങനത്തെ പരിപാടികൾ ഇവൻ കാണിക്കുമ്പോൾ അത് കാണിക്കണ്ടേ, കാണിച്ചു തരണ്ടേ നിങ്ങൾക്ക്? ഇവനെ ഇപ്പോഴും നമ്പുന്ന കുറെ ആളുകളുണ്ട്. നീ എന്തിനാണോ അവനെ പറ്റി പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നവര്.
കാണുന്നത് നിങ്ങൾ. എന്തുകൊണ്ടാണ് ഞാൻ അവനെ പറ്റി പറയുന്നത്? ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നോണ്ടാ പറയുന്നത്, അല്ല എനിക്ക് പ്രത്യേകിച്ച് മറ്റേ അവനോട് സ്നേഹം കൂടിയിട്ടൊന്നും അല്ല. അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ. പിന്നെ ചില ആളുകൾ, ഞാൻ ഇന്നത്തെ വീഡിയോയിലും പറഞ്ഞതാ, ഞാൻ മറ്റേ ഒരുപാട് മറ്റേ തോൽപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. എനിക്ക് അങ്ങനെയും ചെയ്യാൻ അറിയാതെ ഇങ്ങനെ ഇരുന്ന് പക്കയായിട്ട് വിത്ത് പെർഫെക്റ്റ് ഒരു പെർഫെക്ഷനോട് കൂടി ഉള്ള കാര്യങ്ങൾ സംസാരിക്കാനും എനിക്ക് പറ്റും. അതും ഞാൻ ചെയ്യും, രണ്ടും ചെയ്യും. അത് കിട്ടുന്ന കണ്ടന്റ് അനുസരിച്ചാ, മനസ്സിലായില്ലേ? അപ്പോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പോയി നോക്കുക, ഇവൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഇൻസ്റ്റയിൽ കാണിച്ചിട്ടുണ്ടോ എന്ന്. എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളൊന്ന് പറ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞാൻ ഇനി പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനകത്ത് ശരിയുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തോരോ ആൾക്കാരാ വീഡിയോ കാണുന്നത്, എന്നാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? എനിക്ക് അറിയാൻ പാടില്ല. ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിടുക. ഓക്കെ.